വരാൻ പോകുന്ന +2 ആനുവൽ എക്സാം ഹിന്ദിയിൽ 10 മാർക്ക് നിങ്ങളെ കൊണ്ട് വാങ്ങാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ രണ്ട് കാര്യങ്ങൾ എന്തായാലും ചോദിക്കുന്നതിനാണ്. ഈ രണ്ട് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് 6 മാർക്കിന് ചോദിക്കുന്നതാണ്, മറ്റൊന്ന് 4 മാർക്കിന് ചോദിക്കുന്നതാണ്. പല തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോവുക. ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഏതാണ് ക്വസ്റ്റ്യൻ എന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ആദ്യത്തെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സംക്ഷേപണമാണ്. പല കുട്ടികളും തെറ്റിക്കുന്നതാണ് ഈ സംക്ഷേപണ പാട്ട് എന്ന് പറയുന്നത്. കാരണം വലിയൊരു പാരഗ്രാഫ് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ സംക്ഷേപണമാണ് തന്നിട്ടുള്ളത്. ചില കുട്ടികളൊക്കെ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയവാണ് ഇതിനങ്ങ് വലിച്ച് വീണ്ടും എഴുതി ഈ ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ അങ്ങ് എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ വീണ്ടും എഡിറ്റ് എഴുതിയിട്ട് വലുതാക്കി എഴുതും. ഒരു മാർക്ക് പോലും ചിലപ്പോൾ തരത്തില്ല അധ്യാപകൻ. കാരണം സംക്ഷേപണം എന്ന് പറയുന്നത് നിങ്ങളതിനെ വായിച്ചിട്ട്, നമുക്കറിയാം നമുക്ക് ഇന്നത്തെ ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടിയില്ല, വലിയ കുറിപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ ഷോർട്ടാക്കി തരും. അതുപോലെ നിങ്ങളൊരു ആയിട്ട് പ്രവർത്തിക്കണം. കാരണം തന്ന ഈ പാരഗ്രാഫിനെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട്, ഏറ്റവും ലഘുവായിട്ട്, ഏറ്റവും ഷോർട്ടായിട്ട് ഇതെന്താണോ പറയുന്നത് അതിന് ഏറ്റവും ഷോർട്ടസ്റ്റ് ആക്കി മാറ്റണം. 3-4 സെന്റൻസ് മതി. കണ്ടില്ലേ, ഇത്ര വലിയൊരു സാധനത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്ര ചെറുതാക്കി മാറ്റിയിട്ടുണ്ട്. ഈ പാരഗ്രാഫ് നമുക്ക് വായിച്ചു നോക്കിയാലോ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. സംക്ഷേപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറുതാക്കുന്നതാണ് സംക്ഷേപൺ. ഓക്കെ, സോ കൈ വർഷ പെഹലെ ഹംനെ നിയതി കോ മിൽനെ കാ ജോ വചൻ ദിയാ താ, നെഹ്റുവിടെയാണ് പറയുന്നത് അല്ലേ, മേരെ ഭാരതവാസിയുടെ ഒരു പാരഗ്രാഫാണ്. അതിന് ഏറ്റവും ഷോർട്ടാക്കി എന്താണ്, വചൻ നിബാനെ കാ ജോ സമയ ആ ഗയാ, വാക്ക് പാലിക്കാൻ സമയമായി. അബ് ഭാരത് ജീവൻ കി ജോ സ്വതന്ത്ര കി നയ് സുബഹ് കെ സാത്ത് ഉടേഗെ, ഭാരതം എന്ന് പറയുന്നത് എന്താണ്, സ്വാതന്ത്ര്യത്തിന്റെ പുതിയൊരു രാവിലെ എഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ട് എന്താണ്, അത് നിങ്ങൾ മനസ്സിലാക്കുന്നു, അതിന് നിങ്ങൾ അതുപോലെ എഴുതുന്നു. കാരണം ഇതൊന്നും ഞാൻ എന്ത് ചെയ്യണം, വായിച്ച് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. തരുന്ന നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് 2-3 തവണ ഇതെന്താണ് ചെയ്യേണ്ട ഒരു കാര്യം, സംക്ഷേപം തന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ എടുത്ത് ചാടി എഴുതാൻ പോണ്ട. 1 തവണ വായിക്കുക, 2 തവണ വായിക്കുക, 3 തവണ വായിക്കുക, 4, 5 പോട്ടെ 5 തവണ വായിച്ചു 6 മാർക്ക് കിട്ടും. കാരണം വളരെ ഷോർട്ടായിട്ട് എഴുതിയാൽ മതി. ആ ക്വസ്റ്റ്യൻ നമ്പർ എഴുതുന്നു, 2-4 സെന്റൻസ് എഴുതുമ്പോൾ തന്നെ മാർക്ക് അവിടെ വീണു. അപ്പോൾ നിങ്ങൾ 2, 3, 4, 5, 6, 7 തവണ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എൻ്റെ ഒരു മലയാളം അർത്ഥം മനസ്സിലോടിക്കും അല്ലേ. അങ്ങനെയാണ് സംഭവം, എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്. അതിന് നിങ്ങളൊന്ന് സെന്റൻസ് ആക്കി എഴുതിയാൽ മതി. നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളുടെ സെന്റൻസ് ആക്കിയിട്ട് ഇവിടുന്ന് കുറച്ച് വേർഡ്സ് ഒക്കെ ഇവിടെ കിട്ടുന്നതൊക്കെ ആക്കിയിട്ട് സെന്റൻസ് ആക്കി എഴുതിയാൽ മതി. 4 സെന്റൻസിൽ അവസാനിപ്പിക്കുക. 6 മാർക്ക് സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. ഏറ്റവും ചെറുതായിട്ട് എഴുതുന്നോ അത്രയും ചെറുതായിട്ട് നിങ്ങൾക്ക് എന്താണ്, എത്ര ചെറുതായിട്ട് നിങ്ങൾ എഴുതുന്നോ അത്ര വലുതായിട്ട് മാർക്ക് കിട്ടാൻ പോകുന്ന ഒരു അവസരമാണ് ഈ സംക്ഷേപണം എന്ന് പറയുന്നത്. സോ ടീക്ക് വെച്ചോ, ഇതെന്തായാലും പഠിച്ചു വെച്ചില്ലേ, 6 മാർക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും ഈ സംക്ഷേപൺ പാട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ഇതാണ് എനിക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് പറയാനുള്ളത്. അടുത്ത 4 മാർക്കിന്റെ ക്വസ്റ്റിലേക്ക് കിടക്കാം. ഇത് എത്രമാത്രം യൂസ്ഫുൾ ആയി എന്നൊരു കമന്റ് ബോക്സിൽ പറയൂ. സോ ഇത് എഴുതുമ്പോൾ എനിക്കൊന്നും പറയാനില്ല. കാരണം ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനൊന്ന് നിങ്ങളുടെ ശൈലിയിലേക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് ആക്കി എഴുതി കഴിഞ്ഞാൽ 6 മാർക്ക് നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് വാങ്ങാൻ സാധിക്കുന്നതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ എപ്പോഴും കാണുന്നതാണ് അനുച്ഛേദ ലേഖൻ. ഈ ഒരു പ്രൊഫൈൽ റൈറ്റിംഗ് ആണ്. പ്രൊഫൈൽ റൈറ്റിംഗ് എന്തായാലും 4 മാർക്കിന് കാണാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ പ്രൊഫൈൽ റൈറ്റിംഗ് ചെയ്യുന്ന സാധനം ഇത്രമാത്രം നിങ്ങൾ ചെയ്യേണ്ടു അല്ലേ. ഈ തന്ന സാധനത്തിൻ്റെ ഒക്കെ ഹിൻസ് ഇവിടെ ഉണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതൊന്നും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോൾ ഇതുവരെ പഠിപ്പിച്ചതൊന്നും ഇതുവരെ നിങ്ങൾക്ക് ഇടുന്ന വീഡിയോസിലൊന്നും എന്താണ് ടെക്സ്റ്റ് ബുക്കിലുമായിട്ടൊരു സംബന്ധം. ടെക്സ്റ്റ് ബുക്ക് പഠിച്ചവനെ ടെക്സ്റ്റ് ബുക്കിലെ പാഠം അധ്യായനങ്ങളും അതുപോലെ തന്നെ ആ ഒരു കഥാപാത്രത്തിനെയും ഒക്കെ വിശ്ലേഷണാത്മക അധ്യായനം ചെയ്തിട്ട് കീറി മുറിച്ച് പഠിച്ചവനെ മാർക്ക് വാങ്ങാൻ പറ്റുമെന്നല്ല, മറിച്ച് ക്ലാസ്സിന്റെ വക്കൽ പോലും പോവാത്ത ആക്കും ഹിന്ദിനെ കുറച്ചൊരു ഐഡിയ ഉള്ളവനും മാർക്ക് വാങ്ങാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ പഠിപ്പിച്ചു വരുന്നുണ്ടായിരുന്നത് അല്ലേ. സോ ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രൊഫൈൽ റൈറ്റിംഗിൽ എന്ത് ചെയ്യാം, തന്നതിന് എന്ത് ചെയ്യണം, സെന്റൻസ് ആക്കി അങ്ങ് മാറ്റിയാൽ മതി അല്ലേ. എന്താണ് നിങ്ങൾക്കറിയാം, ഹിമാൻശു ജോഷിയാണ് ജീവൻ വൃത്ത് കണ്ടിട്ടുള്ളത്. ഹിന്ദിക്ക് പ്രമുഖ കവി ഹിമാൻ ജോഷി നമ്മളെപ്പോഴും എഴുതാറുണ്ട്. അത് അതുപോലെ തന്നെ എഴുതിക്കോ. എനിക്ക് ആ ജന്മം എപ്പോഴാണ്, 4 May 1935 ആണ്, 35 ആണ്. ഓക്കെ, അടുത്തെന്താണ്, ജന്മസ്ഥാനം എവിടെയാണ്, യെസ് ജോസിയാഡു ഖാവ് ഉത്തരാഖണ്ഡ് മേ ഉന്നോനെ ജന്മ ലിയാ था. മതി, നിങ്ങളുടെ ഭാഷയിൽ എഴുതിയാൽ മതി. ഇതുപോലെ വരുന്നില്ലെങ്കിൽ എനിക്ക് ജോ മൃത്യു എനിക്ക് ജോ നിധൻ കബ് ഹുവാ था 2018 में हुआ था. ഓക്കെ, ജീവൻ വൃത്തി സെന്റൻസ് ആയിട്ട് എഴുതുന്നു. ഇത് എഴുതുന്ന സമയത്ത് തലക്കെട്ട് എന്ത് ചെയ്യണം, ഹിമാൻശു ജോഷി. ക്വസ്റ്റ്യൻ നമ്പർ എഴുതുന്നു, തലക്കെട്ട്. ആ ക്വസ്റ്റ്യൻ നമ്പർ സപ്പോസ് ഇറ്റ്സ് ഇൻ 1 ആണെന്ന് വിചാരിച്ചോ, 1 എന്തായാലും വരില്ല, 13. ഓക്കെ, 13 ആണെന്ന് വിചാരിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ ഒരു 13 നോട്ട് ചെയ്ത് വെച്ചോളൂ. മേ ബി ചോദ്യപേപ്പറിലും കാണാം, അല്ല ഇനി വരാൻ പോകുന്നില്ല. എന്താണ്, ഹിമാൻശു ജോഷി എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യുന്നു, നിങ്ങൾ എഴുതാൻ തുടങ്ങുന്നു. ഹിമാൻശു ജോഷി എന്ന് എഴുതുന്നു, നിങ്ങൾ വരയിടുന്നു, സൂപ്പറായിട്ട് എഴുതാൻ തുടങ്ങുന്നു. ക്ലിയർ അല്ലേ, കൺസെപ്റ്റ് വെച്ചോ, റെഡി അല്ലേ, ഈസി. സോ അങ്ങനെ എഴുതിയിട്ട് പേര് എഴുതുന്നു, അയാളുടെ പേര് എഴുതുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു, താഴോട്ട് അതിനൊന്ന് സെന്റൻസ് ആയിട്ട് എഴുതുന്നു. 4 മാർക്ക് കിട്ടി. സോ 6 മാർക്കും 4 മാർക്കും 10 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും പഠിക്കുക. ഈസിയാണ്, ഇത് പഠിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കിയാൽ മതി. മനസ്സിലാക്കി നിങ്ങൾക്ക് എഴുതാൻ ഒന്ന് പ്രാക്ടീസ് ചെയ്തോ. ഇതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ പഠിപ്പിച്ചതൊക്കെ ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യുന്ന വരാൻ പോകുന്ന ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് പേടിയില്ല. ഇങ്ങനത്തെ പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും. വാവ് ഈസി എന്നൊരു സന്തോഷം കിട്ടും. അപ്പോൾ മറ്റു ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാൻ നിങ്ങൾക്ക് എന്ത് വേണം, ആ ഒരു കോൺഫിഡൻസ് കിട്ടും. ഈ ഒരു കാരണം നിങ്ങൾക്ക് ആ ഒരു ഫൗണ്ടേഷൻ പോലെ ഇത് അവിടെ റെഡിയായി നിൽക്കുമ്പോൾ ഒരുപാട് മാർക്ക് കിട്ടുമെന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടും. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്താൽ മതി. സംക്ഷേപണം വന്നു, അത് നിങ്ങളൊന്ന് പാരഗ്രാഫ് ആയിട്ട് ചെയ്തു. നിങ്ങൾക്കറിയാം ഒക്കെ ഉണ്ട്, നിങ്ങൾ യുടെ ഹെൽപ്പ് ചോദിക്കാം. കാരണം ഇപ്പം ഞാൻ തന്നൊരു സെൻറ്റൻസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് എന്ത് ചെയ്യാം, ഇട്ട് കൊടുക്കുന്നു. ഇതുപോലെ തന്നെ എനിക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യണം, ഒരു പാരഗ്രാഫ് വരും. ഞാൻ അതിന് വളരെ സിമ്പിൾ പാരഗ്രാഫ് വരും, ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, അത്
അത് എ കറക്ഷൻസ് പറയും. അങ്ങനെ എന്ത് ചെയ്യാം, ആ രീതിയിൽ ഇന്നത്തെ AI-നൊക്കെ ഈ സൊഫിസ്റ്റിക്കേറ്റഡ് വേൾഡ്, ഈ മോഡസ്റ്റ് വേൾഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ കൃത്രിമ ബുദ്ധിയുടെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എൻഹാൻസ് ചെയ്യാം, നിങ്ങളുടെ സ്കില്ലിനെ, നിങ്ങളുടെ ആ ഒരു നെറ്റ് ചെയ്യാനും എൻറിച്ച് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു AI-നൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, വെറുതെ ഇങ്ങനെ സോഷ്യൽ മീഡിയ തോണ്ടുന്നതാണ്. നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻ എപ്പോഴും നിങ്ങളുടെ ഇതുപോലെ തന്നെ നിങ്ങളുടെ ഞാൻ പറഞ്ഞില്ല, കോമ്പറ്റീഷനേക്കാൾ നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ് ആണ് കൂടുതൽ. അത് ഒഴിവാക്കി കഴിഞ്ഞ് ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിനും അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡിയൊക്കെ എൻഹാൻസ് ആവും, നിങ്ങളും ഓട്ടോമാറ്റിക്കലി എൻഹാൻസ് ആവും, നിങ്ങൾക്ക് ആ ഒരു പീക്ക് ലെവൽ ഫീൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തോ, 6-4 മാർക്ക് ഈസി ആയിട്ട് വാങ്ങാൻ സാധിക്കുന്നതാണ്. വരാൻ പോകുന്ന ആനുവൽ എക്സാമിൻ്റെ ഒരു പക്ക ലൈവൊക്കെ നമ്മൾ റെഡിയാക്കുന്നത് തന്നെയാണ്. അതിലൊക്കെ കണ്ടിട്ട് നല്ല രീതിയിൽ പഠിച്ച് ഒരു A+ എന്തായാലും വാങ്ങിയിട്ട് തന്നെ മുന്നോട്ട് നിങ്ങൾ പോകണം. സോ +2 ഹിന്ദിയിൽ ഇനി എന്തായാലും ആർക്കും മാർക്ക് പോകത്തില്ല എന്ന് ഞാൻ അഷ്വർ ചെയ്യാം. വരാൻ പോകുന്ന ലൈവൊക്കെ സൂപ്പറായിട്ട് കണ്ടോളൂ. നമ്മൾ എന്തായാലും A+ ഈസി ആയിട്ട് फ्लावर की तरह है ना, पुष्पा की तरह, जो फ्लावर की तरह पुष्पम, यह पुष्पा तो अलग है ना, झुकेगा नहीं. ओके, तो झुकेगा तो नहीं है, हम तो कभी झुकेगा नहीं, वो भी बात है, वही तो सही बात है. तो ठीक है बच्चों, എന്തായാലും പഠിച്ചോളൂ, 10 മാർക്ക് മിസ് ആവണ്ട. तो मिलते हैं बच्चों, थैंक यू, जय हिंद, थैंक यू.